നമ്മൾ കോവളത്ത് വരുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ വരണം. മോർണിംഗ് ഒരു 7 o'clock വരണം. വെയിലുണ്ടാവില്ല, വേറെ ലോക്കൽ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഓൺലി ഫോറിനേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് കോവളം എൻജോയ് ചെയ്യാം, തിരക്കില്ല. ഭയങ്കര രസമാണ്. മോർണിംഗ് ഒരു 7 o'clock എത്തുക. അത് കഴിഞ്ഞാൽ ഒരു 7 to ഒരു 10 o'clock വരെ സ്പെൻഡ് ചെയ്യുക, വെയിൽ വരെ. അടിപൊളിയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു തെളിച്ചം കണ്ട ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലുള്ള ഒരു ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സണ്ണ് ബാക്കിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ താല്പര്യമുള്ളവർക്ക് മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ല കളറിൽ കിട്ടും. ബാക്കിൽ നിന്ന് നമുക്ക് ഫേസിലേക്ക് ലൈറ്റ് കിട്ടും. അത് ഭയങ്കര രസമാണ്. കൈവക്ക് വീഡിയോ ആണോ? ആ വീഡിയോ. ഓ സൂപ്പർ. സ്വന്തമായിട്ടാക്കി പോട്ടാ. ഓ ഓക്കെ. അല്ല അടിപൊളി ഫോട്ടാണല്ലോ. ഇത് വെച്ച് കെട്ടിയിരിക്കുന്നല്ലേ? അടിപൊളി. അതിൽ കൊമ്പൻ, അത് ഇതല്ലേ എൻ്റെ പേര് കൊമ്പനാവും. ആ മീൻ്റെ പേരെന്തായിരുന്നു? അതിന് വേറെ പേര് പറയല്ലോ, കോലാൻ അല്ലേ? കോലാൻ. എനിക്ക് ബോട്ട് ഭയങ്കര ഇഷ്ടമായി. ഈ രക്ഷയില്ല. കടവിലൊക്കെ മോർണിംഗിൽ ലൈറ്റ് കറക്റ്റ് ലൈറ്റ് ഹൗസിൽ കിട്ടും. ഭയങ്കര ഭംഗി മോർണിംഗാണ്. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടിനായാലും ഞാൻ പറഞ്ഞ പോലെ ലൈറ്റിങ്സിനൊക്കെ ഭയങ്കര രസമാണ്. സർഫിങ് നല്ലതാണ്. കോവളത്ത് ഇത്രയധികം പാറക്കൂട്ടങ്ങളുണ്ടെന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്. പഴയ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ, ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. അവിടെ ആരോ കുളിക്കുന്നുണ്ട്. നല്ല ഡീപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ വെള്ളത്തിൽ ആരോ ഇത്രയും ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. സി ഓ മൈ ഗാഡ്. ഇവിടെ പാറമൊക്കെ കാണാൻ പൊറ്റു പോലെ വന്നിരിക്കുന്നത്. രണ്ടുപേരും സർഫിങ് പഠിക്കുന്നുണ്ട്. അടിപൊളി. വെരി ഗുഡ്. പഴയ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗം തോന്നുന്നു. ഒരെണ്ണം പൊളിഞ്ഞെടുക്കുന്നുണ്ട്. കൊഞ്ച് വാരിയതാണ് അല്ലേ? കൊഞ്ചല്ലേ ഇത്? കല്ലുമ്മക്കാവ് ഇതാ. ഓക്കെ. ഇതാണ് അവിടുത്തെ ലൈറ്റ് ഹൗസ് എൻട്രൻസ്. സെറ്റാണ്. ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ ഇവിടെ കിട്ടും. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറണം. ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻട്രൻസ് ഇതാണ്. സെറ്റപ്പിൻ്റെ ചെയ്യുന്നുണ്ട്. നൈസ്. ഗാർഡനൊക്കെ ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാം. വാട്ടർ ഷോക്കിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ കാണാനുള്ള ഗാലറീസൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ബോട്ട് കാണാം. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കാം. ഇവിടെ വന്നു വരുന്നത് നല്ല കേടിലൻ വ്യൂ തന്നെയാണ്. ലൈറ്റ് ഹൗസിൻ്റെ എൻട്രി ആണത്. നല്ല ലുക്കല്ലേ? സ്റ്റെപ്സ് കയറി ഒരു വിധം, അല്ലെങ്കിൽ ഇവിടെ മരത്തിൻ്റെയൊക്കെ നല്ല പണികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മരത്തിൻ്റെ കോണിയേറ്റ മുകളിലേക്ക് ഒരു ചെറിയ പറവൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ
പറ്റുന്നുണ്ടോ ഇറങ്ങണ്ടോ? ഒരുമാതിരി ഡോക്കിംഗ് ഷിപ്പിൽ കയറുന്ന പോലെ. പഴയ മരത്തിൻ്റെ തടിയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ. ഇത് ലൈറ്റ് ഹൗസ് തിരിയുന്നതിൻ്റെ ചക്രങ്ങളൊക്കെയാണ്. നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ അതിൻ്റെ ലൈറ്റിൻ്റെ കാണാം. ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ട് കാണുന്നത് ഇതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ്. കോവളത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണിത് ശരിക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ട് കോവളത്തിൻ്റെ ബ്യൂട്ടി കാണുന്നത്. വല്ലാത്തൊരു ബ്യൂട്ടി. ഇപ്പോഴാണ് കോവളത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല വിൻഡ് ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഭയങ്കര രസമാണ് കാണാൻ. ഇതാണ് കോവളത്തിൻ്റെ ഒരു നെക്ക്. അതുകൊണ്ടാണ് തിരയധികം വരാത്തത്. എന്ത് രസമല്ല ഇതിന് മുകളിൽ കാണാൻ. രക്ഷയില്ല. നമുക്ക് ഈ സൈഡ് കോവളം ബീച്ച് ഫുള്ള് കാണാം. നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മുടെ പുതിയ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് കാണാം. താഴെയുള്ള പാറയൊക്കെ എന്ത് രസമാണെന്നൊക്കെ വെള്ളടിക്കുന്നത്. തെളിഞ്ഞ വെള്ളം. നമുക്ക് ഈ സൈഡിൽ നിന്ന് കണ്ടോ വിഴിഞ്ഞം പോർട്ട് കണ്ടോ? ഓ മൈ ഗാഡ്. ഇവിടെ വിഴിഞ്ഞം ഹാർബറാണ് ആദ്യം കാണുന്നത്. അവിടെ മോസ്കും പള്ളിയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. കപ്പലുണ്ടോ നോക്കാം. അതേ കിടക്കുന്ന കപ്പൽ കണ്ടോ? കപ്പൽ ഡോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വാട്ടറെല്ലാം എന്തൊരു ക്ലീനാണെന്ന് അറിയാം. നമുക്കത് സൂം ചെയ്താൽ മനസ്സിലാവും വാട്ടർ എന്ത് ക്ലീനാണ്. താഴെയുള്ള പാറയൊക്കെ കാണുന്നുണ്ടോ?